ഞങ്ങളുടെ സഖാവിനെ തൊട്ടവരെ തട്ടും എന്ന് പറഞ്ഞിട്ടാണ് ED ആക്രമിക്കാൻ CPM ഇവിടെ കൊല്ലടാവനെ എന്നാണ് പറഞ്ഞത്. കൊല്ലടാവനെ ഉദ്യോഗസ്ഥന്മാരല്ലേ? അതെ. അപ്പോൾ അത് രസം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെയും ഇവന്മാരുടെ എല്ലാം ജാമ്യം നിഷേധിച്ചു കോടതി. വീണ്ടും 90 ദിവസം കഴിഞ്ഞു എന്ന് പറയുന്നു. അതായത് കുറ്റപത്രം പോലും ഇല്ലാതെ ഇവരെ ജയിലിൽ അടച്ചിരിക്കുകയാണ് എന്നാണ്. ഇവർ ഹൈക്കോടതി പോകാൻ പോകുന്നുണ്ട്. ഹൈക്കോടതിയിലോട്ട് പോവാണ് മൊത്തം കൂടെ. അപ്പോൾ സാധ്യത വളരെ കുറവാണ് ജാമ്യം കിട്ടാൻ. നമ്മളത് അന്നേ പറഞ്ഞായിരുന്നു. താൽക്കാലിക കുറ്റപത്രം പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഇടുമായിരിക്കും. നമ്മൾ അന്നേ നമ്മൾ പറഞ്ഞു. ഇവരെ അറസ്റ്റ് ചെയ്തപ്പോഴേ നമ്മൾ ഈ ചർച്ചയിൽ പറയുന്നുണ്ട്. പഴയ എപ്പിസോഡുകൾ എടുത്ത് നോക്കിയാൽ കാണാം. ഇതിനകത്ത് ഇവർ ഇച്ചിരി കഷണിക്കും എന്ന് നമ്മൾ അന്നേരം പറഞ്ഞു. കാരണം നഷ്ടപരിഹാരം കെട്ടിവെക്കാതെ ഇവർക്ക് ജാമ്യം കിട്ടത്തില്ല. അതൊരു വ്യവസ്ഥയായിരിക്കും മിക്കവാറും. 7 കോടി രൂപ എന്നുള്ള കേസ് അവർ 7 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിക്കുന്നത്. വേണ്ട, 7 കോടി രൂപ വേണ്ട, 1 കോടി രൂപയാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? 25 പേരുണ്ട്, ഒരാൾ എത്ര രൂപ വെച്ച് എടുത്താൽ പറ്റും? പിണറായിക്ക് പൈസയുണ്ട്, പക്ഷേ കൊടുക്കൂലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം നടന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനം DYFIയുടെ ഈ ജില്ലാ സമ്മേളനത്തിൽ പാസ്സാക്കിയ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ED ആക്രമിക്കാൻ DYFIക്കാർ പോകരുതായിരുന്നു എന്നുള്ളതാണ്. അതിന് കാരണം പറയുന്നത് ആ ഒരു ആക്രമണത്തോടു കൂടി ഇവിടുത്തെ സകല പ്രതിരോധവും ഇല്ലാതായി എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ എന്ത് നടന്നാലും, പിണറായി വിജയനെതിരെ എന്ത് വാർത്ത വന്നാലും, ഇനി ED പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമാണ് എന്നുള്ള കാര്യം പ്രവർത്തകർക്ക് മനസ്സിലായി. കാരണം ഈ ആശാമ്പരാത്ത് കിടക്കാനല്ലോ ദിവസമായിട്ട് ജാമ്യമില്ല. ഇതാണ് സമാന രീതിയിൽ ഇവിടെ വലിയ പണി കാണിച്ചത് ആശാന്മാരാണ് പോപ്പുലർ ഫ്രണ്ടുകാർ. ഇവരെന്ത് ചെയ്തു? ഇവരെ നേതാക്കളെല്ലാം ഒരു സുപ്രഭാതി പറന്നിറങ്ങിയ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് NIA കൂട്ടത്തോടെ തൂത്തുവാരി കൊണ്ടുപോയി തിഹാർ ജയിലിൽ. നമ്മൾ ഏതേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സ്റ്റൺ ഗണ്ണാണ് ഓരോരുത്തരും കയ്യിലിരിക്കുന്നത്. സാധാരണഗതി നമുക്കറിയാം, ഈ ഇവരെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ എങ്ങാനും വീട്ടിൽ റെയ്ഡ് നടത്താൻ വന്നാൽ ഇവർ നിമിഷങ്ങൾക്കുള്ളിൽ ഒരാൾ കൂടും. ആൾ കൂടി അവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കി ബുദ്ധത്താളും ആടിയും ബഹളമൊക്കെ ഉണ്ടാക്കി എല്ലാം പൊളിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ എല്ലാവരും ഓടിയെത്തിയപ്പോഴേക്കും എല്ലാവരുടെ കയ്യിൽ സ്റ്റൺ ഗണ്ണുണ്ടായിരുന്നു. ഇവരെ കയ്യിൽ കണ്ടിട്ടുമില്ലാത്ത രീതിയിലുള്ള സ്റ്റൺ ഗണ്ണുമാണ്. അതുകൊണ്ട് ഈ അണികൾ വന്ന വഴിക്ക് ഓടി രക്ഷപ്പെട്ടു. അതിൻ്റെ പിറ്റേന്ന് ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തു എന്ന് മാത്രമല്ല, ഭീകരമായ തോതിൽ അക്രമവും കൊള്ളിയപ്പം നടന്നു എന്ന് പറഞ്ഞാൽ ബസ്സുകൾ അടിച്ചു തകർത്തു, ആ യാത്രക്കാരെ തല്ലി, അങ്ങനെ ഞങ്ങളുടെ നേതാക്കന്മാരെ കൊണ്ടുപോയി നീ ഒന്നും ഭരിക്കണം. പക്ഷെ അവിടെയാണ് ഇവർക്ക് മിസ്റ്റേക്ക് പറ്റിയത്. ഇവരുടെ എല്ലാം വസ്തുക്കൾ അറ്റാച്ച് ചെയ്തു. അതായത് ഈ നഷ്ടം, ഖജനാവിനുണ്ടായ നഷ്ടം തീർക്കാൻ വേണ്ടി ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളവരുടെ ഏതൊക്കെ ജില്ലകളിൽ ഹർത്താൽ നടത്തി, ഹർത്താലിനോടനുബന്ധിച്ച് അക്രമം നടന്നു, അങ്ങനെ അക്രമം നടത്തിയവരുടെ എല്ലാം അറ്റാച്ച് ചെയ്തു. അവരിൽ നിന്നും ഈ അക്രമത്തിന്, ഈ നാശനഷ്ടത്തിന്, പൊതുമുതൽ നശീകരണത്തിന് പണം ഈടാക്കി ഹൈക്കോടതി ഉത്തരവിട്ടു. അതിനെ തുടർന്ന് എന്ത് പറ്റി? സംസ്ഥാന സർക്കാർ ഇത് മുഴുവൻ കണ്ടുകെട്ടി കഴിയുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടുകാർ തിരിച്ചറിയുന്നത് പിണറായി വിജയൻ ആട്ടിൻതോലിട്ട ചെന്നായയായിരുന്നു. ഇവർ വിചാരിച്ചു പിണറായി വിജയൻ്റെ ന്യൂനപക്ഷ അനുകൂല പ്രസ്താവനയൊക്കെ കണ്ടപ്പോൾ ഇത് ഞങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാം, ഇത് ഞങ്ങളുടെ സ്വന്തം ആളാണ്, ഇദ്ദേഹം ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും, എന്താ ഞങ്ങളോടൊരു സ്നേഹം എന്നൊക്കെയാണ് ഇവർ കരുതിയിരുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിലൊക്കെ തന്നെ അദ്ദേഹം ഏതൊക്കെ അണിഞ്ഞു വന്നല്ലോ, മുസ്ലിം മൗലവിമാരുടെ വേഷമൊക്കെ ഇട്ടുണ്ടൊക്കെയാണല്ലോ വന്നിരുന്നത്. പാവങ്ങൾ തെറ്റിദ്ധരിച്ചു ഇയാൾ നമ്മുടെ ആളാണെന്നുള്ളത്. അങ്ങനെ അന്ന് പിണറായി വിജയൻ, അന്നേരമാണ് പോപ്പുലർ ഫ്രണ്ടുകാർ നടക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. ഇവരെ എല്ലാം പൊക്കിച്ചത് പിണറായി വിജയനാണ്. കാരണം ഈ കേന്ദ്രവുമായിട്ടുള്ള ധാരണയുടെ പുറത്താണ് ഇവരെ മൊത്തം തൂത്തുവാരി പൊക്കിക്കൊണ്ടുപോയത്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചത്. എന്താണ്? ED വന്നപ്പോൾ സത്യത്തിൽ ED ആക്രമിക്കാൻ യാതൊരു പ്ലാനുമില്ല. ആ പ്ലാൻ തയ്യാറാക്കിയത് ബിനീഷ് കോടിയേരി, IPBനും അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ അവർ ഉണ്ടാക്കിയ, ഇവർ രാവിലെ തന്നെ പ്ലാൻ ചെയ്ത്, എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് പ്ലാൻ ചെയ്തതാണ്. പെട്ടെന്ന് കടയിൽ ചെന്ന് മുട്ടായി മാച്ചോണ്ട് ഓടി വരുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക് ചെറിയ ക്യാരി ബാഗിൽ ഓടി വന്ന് വണ്ടിയുടെ ഗ്ലാസ്സിൽ എറിയാൻ വേണ്ടി മുട്ടയും കൊണ്ട് ഓടി വരുന്നുണ്ട്. സമയമായി പോയി, കാര്യം മുട്ട എറിയണ്ട, വണ്ടി ഗേറ്റ് അടക്കുമ്പോൾ മുട്ട എറിഞ്ഞ് പൊട്ടിക്കണ്ടേ. അപ്പോൾ സഡൻ ഇൻവോൾവ്മെൻ്റ് ആണ് അവിടെ ഉണ്ടായത്. ഇവന്മാർ മുഴുവൻ പേര് വളിപ്പന്മാരായി മാറി എന്നുള്ളതാണ് ഇതിൻ്റെ തമാശ. കേരളത്തിലെ ജനങ്ങളുടെ, മലയാളികളുടെ മുന്നിൽ, കേരളത്തിലെ നല്ല ലോകമെമ്പാടുള്ള മലയാളികളുടെ മുന്നിൽ ഇവരെല്ലാം വളിപ്പന്മാരായി മാറി, കോമാളികളായുള്ള. ഇവ കണ്ടില്ലേ, ഇതിൽ ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ടു, പ്രമോദ് കുമാർ. അവന് മീനാകുമാരി മരണം ചാടികൊണ്ട് രക്ഷപ്പെട്ടു. മറുകണ്ഠം ചാടിയോട് മാത്രം ഇവൻ്റെ അപേക്ഷ വന്നപ്പോൾ അവൻ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു?
അവൻ കിടന്നെ അതിനകത്ത്. അവനും അകത്ത് കിടന്നതിന് ബാക്കി എല്ലാം 25 ഇനിയുണ്ട് പിടിക്കാനുള്ള ആൾക്കാർ. ഇവിടുന്ന് EDന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്ര ആൾക്കാരുണ്ട്. പിന്നെ ഇവർ കക്ഷി ചേർന്നിട്ടുണ്ട്, കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പോൾ പിടിക്കുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടി അവരുടെ മൊബൈൽ ഫോണും എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൊക്കേഷൻ ഈ അക്രമം ഉണ്ടാക്കാൻ വന്നമാരൊക്കെ പേരുകൾ ഇടിക്ക് കൊടുത്തത് സ്വന്തം ഇടതുപക്ഷക്കാരാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഞങ്ങൾ മാത്രം അങ്ങനെ കടന്നാൽ പോരാ, ബാക്കിയുള്ളവനെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തന്നെയാണ് പേര് കൊടുത്തെന്ന് പറയുന്നുണ്ട്. നേതാക്കന്മാർ എല്ലാവരുടെയും പേര് പറഞ്ഞു കൊടുത്തത് ഇവിടെ കൊണ്ട് തെളിവെപ്പ് എടുത്തായിരുന്നല്ലോ. ആരും തടയാൻ വന്നില്ലല്ലോ. ഈയിടെ ഒരു മുൻ കൗൺസിലറുടെ അച്ഛൻ മരിച്ചു പോയിട്ട് അയാളുടെ അച്ഛനെ നേരെ പോയി ഒന്ന് കാണാൻ പോലും പറ്റാത്ത എന്താ ഉണ്ണി, ആറ്റുകാൽ ഉണ്ണിക്ക് സ്വന്തം പിതാവിന്റെ കർമ്മം ചെയ്യാൻ പോലുമുള്ള ഇത് കിട്ടിയില്ല, യോഗം ഉണ്ടായില്ല. അവർക്ക് വിധേയത്വമുള്ളത് പിണറായിയോടാണ്, പിണറായിയുടെ കുടുംബത്തോടാണ്. എന്നിട്ടാണ് അവരുടെ തറവാട്. എന്നിട്ട് ഇതേവരെ ഇതേക്കുറിച്ച് പിണറായി വിജയനോ MV ഗോവിന്ദനോ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞ കേട്ടായിരുന്നു, എനിക്ക് സത്യത്തിൽ ചിരി വന്നു. എന്താണെന്നറിയോ, MV ഗോവിന്ദൻ പറയാണ് ഇത് പഴയ മൊഴിയാണ്, ഇത് എന്നേ കൊടുത്ത മൊഴിയാണ്, ഇതിനകത്ത് എന്തോ ഉള്ളത്, ഇത് പണ്ടത്തെ മൊഴിയാണ്. പണ്ടത്തെ മൊഴിയാണെങ്കിലും മൊഴി തന്നെയല്ലേ. അത് തിരിച്ചു ചോദിക്കരുത്. അതാണ് പിണറായി വിജയൻ പണ്ട് നിങ്ങൾ പുതിയ വിജയനെയാണ് കാണുന്നത്, പഴയ വിജയനാണ് നിങ്ങളെ കാണിച്ചു തന്നേനെന്ന് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പഴയ മൊഴി ആണെങ്കിൽ എന്താണ് പ്രശ്നം, പുതിയതുമായിട്ട് എന്താണ് വിഷയം? പഴയ മൊഴിയാണ്, അത് കഴിഞ്ഞു പോയതാ, കുഴപ്പമില്ല എന്ന് വേണേൽ പറഞ്ഞുകൊണ്ട് വയ്ക്കാം. പഴമൊഴിയിൽ പതിരില്ല എന്നാണ്. അത് എന്താണെങ്കിലും ശരി, ഈ ഡിവൈഎഫ്ഐക്കാരുടെ ആക്രമണം നല്ല CPM-ഉം DYFIയും ചേർന്നാണ് ഇത് ആക്രമണം നടത്തിയത്. ഇതിനകത്ത് ഇവരൊരിക്കലും ഇങ്ങനെ ഒരു പ്രത്യാഘാതം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. അല്ല, DYFI സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കന്മാരാകെ അമ്പരുത്. കാര്യം തലസ്ഥാനത്താണ് സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെ ഒരുപാട് പേരുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്ന പരിപാടിയാണ് അവിടെ നടന്നത്. അതെ, ഇതോടുകൂടി പിണറായി വിജയൻ്റെ MV ഗോവിന്ദൻ്റെ കാലത്തോടെ ഈ പാർട്ടി അവസാനിക്കുമോ എന്ന ഭയം അവർക്കുണ്ട്. പിന്നീട് ആരും ഇല്ലല്ലോ, ഉള്ളതൊക്കെ ഈ ബാക്കി പാടുകളല്ലേ ഉള്ളത് അവിടെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയമുണ്ട്. അവർ തങ്ങൾക്ക് നാളെ MLA MP മന്ത്രിയൊക്കെ ആവണ്ടേ, ഇനി എങ്ങനെ ആവും എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അതായത് ഈ ആക്രമണം ശരിക്കും സമാന്തരമായിട്ട് നടന്നതാണ്. ഇതൊരിക്കലും പിണറായി വിജയൻ പറഞ്ഞിട്ടോ MV ഗോവിന്ദൻ പറഞ്ഞിട്ടോ ശിവൻകുട്ടി പറഞ്ഞിട്ടോ നടന്നതല്ല. ഇവരാരും പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കി, ആ മുന്നേറ്റത്തിനൊടുവിൽ നടന്ന ആക്രമണം. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ഗ്യാങ്ങാണ്. ആ വന്ന ഗ്യാങ്ങിന് ഈ പിണറായി വിജയൻ്റെ വീട്ടുകാരുമായിട്ട് അത്ര സുഖമുള്ള ആൾക്കാരല്ല. അവർ വന്നത് ബിനീഷ് കോടിയേരിയുടെ നേതൃത്വത്തിലാണ്. ബിനീഷ് കോടിയേരി ആരാണ്? ബിനീഷ് കോടിയേരി ആണ് ED കേസിന് കാരണഭൂതനായിട്ടുള്ള ഷോൺ ജോർജിൻ്റെ സഹ അഭിഭാഷകനാണ്. എന്ന് പറഞ്ഞാൽ ഇവർ ഒന്നിച്ചൊരു വക്കീൽ ഓഫീസ് നടത്തുന്നുണ്ട്. ആ വക്കീൽ ഓഫീസിൽ ഇവർ രണ്ടുപേരും മാത്രമാണുള്ളത്. ഇവർ ഒന്നിച്ചിവിടെ ലോ അക്കാദമി പഠിച്ചവരാണ്. അത് പോരങ്കി കേരളത്തിലെ 2 മുതിർന്ന നേതാക്കളുടെ മക്കളാണ്. ആ രീതിയിലുള്ള ബന്ധമുണ്ട്, ആത്മമിത്രങ്ങൾ തന്നെയാണ്. അങ്ങനെയാണ് ഷോൺ ജോർജ് ഈ കേസിനകത്തേക്ക് പരാതിയുമായി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാം, ഇതിന് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം എടുത്തു കൊടുക്കുന്നതും ഇതിന് പിന്നാലെ നിൽക്കുന്നതും ബിനീഷ് കോടിയേരി ആയിരിക്കത്തില്ലേ? സംശയിക്കാം. എന്താണെങ്കിലും DYFIക്കാരുടെ ആശങ്ക ശരിക്കും CPM നേതൃത്വം മനസ്സിലാക്കുമോ നമുക്കറിയില്ല. കാരണം എല്ലാവരും അവനവൻ്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് ചിന്തിക്കും. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഞങ്ങളാരും കട്ടപ്പോകയാണ്, വെറുതെ പണ്ട് കിടന്ന SFIയുടെ പേര് തല്ലുകൊണ്ടത് മാത്രം മിച്ചമായി ഒന്നും ആവാൻ പറ്റാതെ പോകുമോ എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ട്. ഈ നേതാക്കന്മാരുടെ ദിവസമുള്ള ഈ പൊട്ടത്തനം പ്രസ്താവനകളും ഇവർ കാണിക്കുന്ന പ്രവൃത്തികളും ഇപ്പോൾ പിണറായി വിജയനും മോളെല്ലാം കൂടെ കൂട്ടത്തോടുകൂടി ജയിലിലാകാൻ പോകുന്നതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കെല്ലാവർക്കും ഒരു ഉള്ളിൽ ഭയം കാണും. ബംഗാളിലും ത്രിപുരയിലൊക്കെ സംഭവിച്ചത് ഇവിടെ സംഭവിക്കുന്നവരെല്ലാം ഭയപ്പെടുന്നുണ്ട്, സ്വാഭാവികമാണ്. എന്താണെങ്കിലും DYFIക്കാർക്ക് ഒടുവിൽ ബോധമുദിച്ചിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് സലീം കുമാർ പറഞ്ഞ പോലെ, കാറ് കഴുകുമ്പം അതിൻ്റെ ഇടത് സൈഡിൽ ഇരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇരിക്കാൻ പാടില്ലായിരുന്നു, ഞങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യം വന്നിരിക്കുന്നു. ആ തിരിച്ചറിവുകൾ നല്ലതാണ്.